വീണ്ടും വരുന്ന നല്ലവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തിനെ ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. ജീസസ് ഫെലോഷിപ്പ് മിനിസ്ട്രിയിലോട്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുമസിലോട്ട് കിടക്കുകയാണ്. സ്തോത്രം. ഡിസംബർ 25 നമ്മൾ അതിലോട്ട് കിടക്കുകയാണ്. എല്ലാ വീടിന്റെ മുമ്പിലും ക്രിസ്മസ് സ്റ്റാർ തൂക്കി. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു പെരുന്നാളിന്റെ സന്തോഷമുണ്ട്. ആമേൻ. ഡിസംബർ 25 ക്രിസ്മസ് ഡേറ്റ് ഒന്നും അല്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. യേശു പറഞ്ഞ ഡേറ്റ് ഡിസംബർ 25 അല്ല എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ വിഷയം ഡേറ്റ് അല്ല, നമ്മുടെ വിഷയം യേശു ജനിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സന്തോഷം. അത് ഡിസംബർ 25 ആണെങ്കിലും ജനുവരി 1 ആണെങ്കിലും സെപ്റ്റംബർ 4 ആണെങ്കിലും യേശു ജനിച്ചതാണ് നമ്മുടെ ഭാഗ്യം. അതിനായിട്ട് നല്ലൊരു കരമടിയുടെ കർത്താവിന് കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകപരമായി നോക്കുമ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ക്രിസ്മസ് അടുത്ത് വരികയാണ്. ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങൾക്കൊരു സന്ദേശം തരാനുണ്ട്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. മത്തായിയുടെ സുവിശേഷം 2:2 യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ പിടിച്ചു നിർത്തിയ ഒരു ഭാഗം ഇതാണ്. ഒന്നുകൂടെ ഞാൻ വാക്യം വായിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചാട്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? വിദ്വാൻമാർ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? അടുത്ത പദം നിങ്ങൾ കേട്ടോണേ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഒരു ഹല്ലേലൂയ പറ. എൻ്റെ ഹൃദയം ഉടക്കിയ ഒരു പദം ഇതാണ്, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. സ്തോത്രം. അപ്പോൾ ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് യേശുവിന്റെ നക്ഷത്രമാണ്. വിദ്വാൻമാർ പറയുന്നു, ഞങ്ങൾ യേശുവിന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. അതിന്റെ അർത്ഥം അന്ന് വരെ ആകാശവിധാനങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു പുതിയ നക്ഷത്രം പിറവിയെടുത്തു. ആ പിറവിയെടുത്ത നക്ഷത്രം വിളിച്ചു പറയുന്നു, ലോകത്തിന്റെ രക്ഷിതാവായ യേശു കർത്താവ് പൂജാതനായിരിക്കുന്നു. ആമേൻ. ഈ നക്ഷത്രത്തിന്റെ വ്യത്യാസം, ഈ ആകാശമണ്ഡലങ്ങളിൽ കാണുന്ന നക്ഷത്രങ്ങൾ അത് അവിടെ നിന്ന് പ്രകാശം ചൊരിയുമ്പോൾ യേശുവിന്റെ നക്ഷത്രം അത് ചലിക്കുന്ന നക്ഷത്രമാണ്. ഹല്ലേലൂയ. അത് സഞ്ചരിക്കുന്ന നക്ഷത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ആ നക്ഷത്രം, യേശുവിന്റെ നക്ഷത്രം പിറവിയെടുത്തത്, ആകാശത്ത് ഉദിച്ചുയർന്നത്, അത് ഒരിടത്ത് നിന്ന് പ്രകാശം കൊടുക്കുവാനല്ല, അത് നടന്ന് വഴികാട്ടുന്ന ഒരു നക്ഷത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നക്ഷത്രത്തിന്റെ പ്രത്യേകത അത് വഴികാട്ടുന്ന നക്ഷത്രമാണ്. ഓ, എത്ര പേർക്ക് ഞാൻ പറയുന്ന ആ മണ്ഡലത്തിലോട്ട് ഇന്ന് പകൽക്കാലം ഒന്ന് കയറി വരാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. യേശുവിന്റെ നക്ഷത്രം അത് ഒരിടത്ത് നിന്ന് പ്രകാശിക്കുന്ന നക്ഷത്രമല്ല, അത് നടന്ന് പ്രവർത്തിക്കുന്ന നക്ഷത്രമാണ്. അത് സഞ്ചരിക്കുന്ന നക്ഷത്രമാണ്. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി സ്വർഗത്ത് നിന്ന് ആകാശത്തെ വെളിപ്പെടുത്തിയ ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തിന് ഒരൊറ്റ ദൗത്യമേ ഉള്ളൂ. യേശുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവന് ആ യേശു ജനിച്ചു കിടക്കുന്ന സ്ഥലം വരെ അവർക്ക് വെളിച്ചമേകി വഴികാട്ടി കൊടുക്കുവാന്ന ഒരൊറ്റ ദൗത്യം മാത്രമേ ആ നക്ഷത്രത്തിനുള്ളൂ. സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ബേത്ലഹേമിൽ പൂജാതനായ യേശു കിടക്കുന്നത് എവിടെയെന്ന് വിദ്വാൻമാർക്ക് കാണിച്ചു കൊടുക്കുവാൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം അതങ്ങനെ സഞ്ചരിച്ച് ബേത്ലഹേമിന്റെ ആ പുൽക്കുടിലിന്റെ മുകളിൽ വന്നപ്പോൾ നക്ഷത്രം അവിടെ നിന്നു. അവിടെ നിന്ന നക്ഷത്രത്തിന്റെ ശോഭയാൽ വന്ന വിദ്വാൻമാര് കണ്ടു, പുൽക്കുടിലിന്റെ അകത്ത് കിടക്കുന്ന 1000 സൂര്യനേക്കാൾ ശോഭയുള്ള യേശു കുഞ്ഞിന്റെ മുഖം കാണുവാൻ ആ നക്ഷത്രം അവർക്ക് ഇടയാക്കി കൊടുത്തു. സ്തോത്രം, സ്തോത്രം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ക്രിസ്തുമസിൽ നിങ്ങൾ തെളിയിക്കുന്ന നക്ഷത്രം അത് വഴികാട്ടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന നക്ഷത്രം ആകണം. അത് സ്തോത്രം. നിങ്ങളൊരു കാഴ്ചയ്ക്ക് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി ഞാനും ക്രിസ്തുമസിനെ പങ്കാളിയാകുന്നു എന്ന് പറഞ്ഞ് വീടിന്റെ മുറ്റത്തൊരു നക്ഷത്രം നാട്ടുകൊണ്ട് കാര്യമില്ല.
ഈ 25-ാം തീയതി കഴിഞ്ഞ് വീണ്ടും 10 ദിവസം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ആ നക്ഷത്രം എടുത്ത് മടക്കി വെക്കും അടുത്ത വർഷത്തേക്ക്. അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും എടുത്ത് കത്തിക്കും. കമോൺ, ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എടാ നക്ഷത്രം അത് എല്ലാ ദിവസവും തെളിഞ്ഞു നിൽക്കാനുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, വിശ്വാസികളെ നിങ്ങൾ ഓരോ നക്ഷത്രങ്ങളായി മാറണം. ഈ 2026-ൽ കടക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാർഗദർശിയായി, മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയാകുന്ന, എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമായി നിങ്ങൾ തിളങ്ങണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 2026-ന്റെ തുടക്കത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ. വിദ്വാൻമാർ പറഞ്ഞു, അവന്റെ നക്ഷത്രം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും യേശുവിന്റെ നക്ഷത്രമാണ്. ഓ, എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ദൈവവചനത്തിന്റെ വെളിപ്പാട് നിന്നുകൊണ്ട് ഞാൻ പകൽക്കാലം ഒരു വെളിപ്പാട് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ യേശുവിന്റെ നക്ഷത്രങ്ങളാണ്. ആകാശത്തെ വിദ്വാൻമാർ നക്ഷത്രം കണ്ടപ്പോൾ പറഞ്ഞു, അത് യേശുവിന്റെ നക്ഷത്രമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ജനത്തിനോട് വിളിച്ചു പറയണം, വിശ്വാസികളെ നിങ്ങൾ ഓരോ നക്ഷത്രങ്ങളാണ്. നക്ഷത്രത്തിന്റെ ആ നക്ഷത്രം എന്തിനാണെന്ന് അറിയാമോ? ഇരുട്ടിന്റെ അകത്ത് കിടക്കുന്ന ജനങ്ങളെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലോട്ട് വഴികാട്ടുന്ന നക്ഷത്രങ്ങളായി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും 2026-ന്റെ തുടക്കം മുതൽ അങ്ങനെ ഈ ദൈവവചനം ഏറ്റെടുക്കുന്നവർ കരങ്ങളെ തട്ടിക്കൊണ്ട് എന്റെ കർത്താവിന് മാറ്റം കൊടുക്കുക. വെറുതെ നീ നിനക്ക് വേണ്ടി ശോഭിക്കരുത്. നിന്റെ ശോഭ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണം. നിന്റെ അകത്തോടെ വെളിപ്പെട്ടു വരുന്ന ദൈവിക സ്നേഹമുണ്ടല്ലോ, ആ പ്രകാശം മറ്റുള്ളവരെ ദൈവിക പ്രകാശത്തിലോട്ട് കരപിടിച്ചു നടത്തുന്ന ഒരു ചൂണ്ടുവലകയായി 2026-ന്റെ തുടക്കം മുതൽ നിങ്ങൾ ക്രിസ്തുവിന്റെ നക്ഷത്രമായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുക. കരങ്ങളെ നല്ലപോലെ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ.